എന്തിനാടാ എന്നെ കൊലയ്ക്ക് കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്? എടി നീ പേടിക്കാന്നോ? ഇനി ആരെങ്കിലും വന്നാലേ ഞാൻ അതെ ഈ കട്ടിലിന്റെ അടിയിൽ വിളിക്കാം. എത്ര സമയം വിളിച്ചിരിക്കും? എടി അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാം. എടാ വീട്ടിനകത്ത് കള്ളം കയറിയെന്നറിഞ്ഞാ പുറത്തുള്ളവര് വീട്ടിൽ ആര് വരുന്നു പോകുന്നൊക്കെ ശ്രദ്ധിക്കില്ലേ? പിടിക്കപ്പെടുന്നെങ്കിൽ അങ്ങ് പിടിക്കപ്പെടട്ടെ, അല്ലാതെ എന്ത് ചെയ്യാനാ? പിടിക്കപ്പെട്ട കുഴപ്പമൊന്നുമില്ലേ? അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയാ. എടി ആ നവീൻ വരെ നിന്നെ കാണാൻ വന്നു, എന്നിട്ടും എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. നവീനായിട്ട് എന്നെ കാണാൻ വരുന്നത് ഇവിടെ ഒരു വിഷയമല്ല. പക്ഷെ അതുപോലാണ് നിന്റെ കാര്യം. അതുകൊണ്ടാ നീ നയനേച്ചെ വിളിച്ചപ്പോ ഇങ്ങോട്ട് വരണമെന്നില്ല എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ എന്റെ ഈ അവസ്ഥയില് നീ ഇവിടെ വന്ന് കാണണ്ടെന്ന് ചേച്ചി പറയോ? നമ്മള് തമ്മിൽ കാണുന്നത് പോലും ഇവിടെ എല്ലാവർക്കും ഭയോ. എന്തായാലും ഞാൻ അകത്ത് കയറിപ്പോയി. ഇനിയിപ്പോ ഭയക്കുന്നവരങ്ങ് ഭയക്കട്ടെ. ടെൻഷൻ എന്റെ തലവണ്ടെ കയറുവാ. എനിക്കുണ്ടായിരുന്ന ടെൻഷനൊക്കെ സത്യം പറഞ്ഞാ ഞാനിപ്പോഴൊന്ന് റിലാക്സ് ആയത്. എന്റെ ഗോവിന്ദേട്ട ഞാൻ പറഞ്ഞില്ലേ, ഗോവിന്ദേട്ടന് വെറുതെ തോന്നിയതാണെന്ന്. ഇവിടെ ഒന്നും ഒരു പട്ടിയും പൂച്ചയും നായ ഒന്നുമില്ല. ആരോ മതിൽ ചാടുന്ന പോലെ ഒരു ശബ്ദം ഞാൻ വ്യക്തമായി കേട്ടതാ. ഓ എന്റെ ഗോവിന്ദേട്ടാ, രാത്രിയിൽ ഒരു തേങ്ങ വീണാലും നമുക്കത് ആരെങ്കിലും മതിൽ ചാടിയതാണെന്നേ തോന്നൂ. വേറൊന്നും കൊണ്ടല്ല കനകെ, നന്ദുമോൾക്ക് ശത്രുക്കൾ ഒരുപാടാ. അതുകൊണ്ട് കള്ളന്മാരാകണമെന്നില്ല അകത്ത് കയറുന്നവരെ. മോളെ അപായപ്പെടുത്താൻ ആരെങ്കിലും വന്നാലും മതിയല്ലോ. എനിക്ക് അറിഞ്ഞൂടാ. വാ. അത് ശരി. വാതിലടക്കാതെയാണോ വന്നത്? ഗോവിന്ദേട്ടാ, നമ്മൾ ഒരുമിച്ചല്ലേ ഇറങ്ങിയത്? ഞാൻ മുൻപേ പോയപ്പോ നിനക്ക് വാതിൽ ചാരി വന്നൂടായിരുന്നോ? തുറന്നിട്ട വാതിലൂടെ ആരെങ്കിലും അടുത്ത് കയറിയാലോ? പിന്നെ ഇതിനകത്ത് ഇപ്പൊ ആരും കേറിയിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? ഇനി പിന്നാമ്പറത്ത് ആരെങ്കിലും മറിഞ്ഞിരുന്നെങ്കിലോ? എന്റെ ഗോവിന്ദേട്ടാ, ദേ ഇതൊരു എസ്ഐയുടെ വീടായതുകൊണ്ടേ ആരും അങ്ങനെ അകത്തേക്ക് വരില്ല. എസ്ഐയുടെ ശത്രുക്കൾ വരാൻ സാധ്യത ഉണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അയ്യോ, വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടത്. ഞാനിനിപ്പോ എങ്ങനെ പോകുന്നേ? എന്റെ ഈശ്വരാ. വാ, മോളുടെ മുറിയിൽ നോക്കാം. ഇനി നീ മോളുടെ മുറി കടന്നാ മതി. വാ. ഇങ്ങോട്ട് വരുന്ന തോന്നുന്നു. നോക്കട്ടെ. അയ്യോ, എന്റെ അമ്മച്ചൻ ഇങ്ങോട്ടാ വരുന്നേ. എന്താ അമ്മേ? അല്ല, ആരും മതിൽ ചാടി പറമ്പിൽ കയറിയെന്നാ ഗോവിന്ദേട്ടൻ പറയുന്നത്. അയ്യോ, ആരാ ഈ ജനൽ തുറന്നിട്ടത്? അയ്യോ, പറഞ്ഞ പോലെ ശരിയാണല്ലോ. മോളുടെ ശത്രുക്കൾ ആരാണ് വന്നിരിക്കുന്നത്? വാതിലും ജെല്ലൊക്കെ അടയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കനകെ. ഞാനത് അടച്ചതായിരുന്നല്ലോ. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ നീ ഇതിനകത്ത് കടന്നാ മതി. അയ്യോ, അതിന്റെ ആവശ്യമൊന്നും ഇല്ലാച്ചാ. ആവശ്യമില്ലെന്ന് നീ അങ്ങ് പറഞ്ഞാ മതിയോ? കള്ളന്മാരല്ലെങ്കിൽ പിന്നെ മോളെ അപായപ്പെടുത്താൻ ആരെങ്കിലും വന്നതായിരിക്കും. അപകടം ഉണ്ടാക്കിയിട്ട് അവന്മാർ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ലല്ലോ. അതിന്റെ കണക്ക് തീർക്കാനായിട്ട് വന്നതായിരിക്കും. അല്ലെ ഗോവിന്ദേട്ടാ? പേടിക്കണം മോളെ, 2-3 ജയിലിൽ കിടക്കുമല്ലേ. അവരുടെ സുഹൃത്തുക്കൾ എന്തായാലും വെറുതെ ഇരിക്കില്ല. അച്ഛാ, എനിക്ക് ആക്സിഡന്റ് ഉണ്ടായതുകൊണ്ടേ പോലീസ് അവന്മാരുടെ പിന്നാലെയാണെന്ന് അമ്മമാർക്ക് അറിയാം. അതുകൊണ്ടേ അമ്മ ഈ നാട്ടിൽ പോലും കാണത്തില്ല. ആയിക്കോട്ടെ എന്ന് വെച്ച് എനിക്ക് ഇവിടെ കിടന്നൂടെ? അച്ഛന് അസുഖമുള്ളല്ലേ അമ്മ? പെട്ടെന്ന് നെഞ്ചുവേനയോ മറ്റോ വന്നാ അമ്മ അടുത്ത് വേണ്ടേ? ഇപ്പൊ മോളുടെ അടുത്ത ആള് വേണ്ടത്. ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം. നീ ഇവിടെ കിടന്നാ മതി കനകെ. ശരി. എന്റെ അച്ഛനെ തലയ്ക്ക് സുഖമില്ല, അതുകൊണ്ടാ ആരോ മതിൽ ചാടിയെന്നൊക്കെ പറഞ്ഞത്. എനിക്ക് ആക്സിഡന്റ് ഉണ്ടായ ശേഷം ആരെങ്കിലും ഇനി അപകടപ്പെടുത്താൻ വരുന്ന അച്ഛന്റെ പേടി. അതുകൊണ്ടാ അച്ഛൻ ഉറക്കില്ലാത്തെന്ന് തോന്നുന്നു. അതെ അതെ. അമ്മ, എനിക്ക് നല്ല ദാഹമുണ്ട്. തൊണ്ടയ്ക്ക് വരളുന്ന പോലെ. കുറച്ച് വെള്ളം എടുത്തു തരട്ടെ? മോരില്ലേ അമ്മ അടുക്കളയില്? ഉണ്ടല്ലോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. തണുത്ത മോരായിരിക്കും അല്ലേ? ആയിരിക്കും. ഒരു കാര്യം ചെയ്യാം, അമ്മ നല്ല പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് മിക്സിയിൽ അടിച്ചോണ്ട് വരാം. ഇപ്പൊ കൊണ്ടുവരാം. അനീ, പോടാ പോ. അല്ല, പോയെ പിടിക്കൂ. പിന്നെ ഇന്നത്തെ ദിവസം മുഴുവൻ കട്ടിലടിയിൽ കിടക്കാൻ പറ്റും. അമ്മ എന്റെ കൂടെ നിനക്ക് മനസ്സിലായില്ലേ? ശരി. എന്താ? പോ. ശരി. ആരാത്? കള്ളൻ! അയ്യോ, ഓടി വരണേ! അയ്യോ, ഗോവിന്ദേട്ടാ, കള്ളൻ! അയ്യോ, ഓടി വായോ, കള്ളൻ! എന്താ കനകെ? ഏതൊരു കള്ളൻ അങ്ങോട്ട് ഓടിപ്പോയി. ഒരുത്തും വീടിനകത്ത് കയറിയിട്ട് അങ്ങോട്ട് ഓടിപ്പോയി. അവൻ കുറച്ചു നേരത്തെ വീടിനകത്ത് കയറിയതാ. ആരോ മതിൽ ചാടി വന്നു എന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് വിശ്വാസമായില്ല. ഇപ്പൊ എന്തായി? നമ്മൾ നേരത്തെ ഡോറ് തുറന്നു വെച്ചിട്ട് പുറത്തേക്ക് വന്നില്ലേ? ആ സമയത്ത് അകത്ത് കയറിയതായിരിക്കും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് പുറത്തിറങ്ങുമ്പോ ഡോർ അടയ്ക്കണമെന്ന്. ആ കൊച്ചിനെ ആരോ കൊല്ലാൻ നോക്കിയപ്പോഴല്ലേ അപകടം ഉണ്ടായത്. പിന്നെ അതിനെ വീണ്ടും അപായപ്പെടുന്ന ആരെങ്കിലും വന്നതായിരിക്കും. അതിനെന്നെ സാധ്യത. ആ കൊച്ചു നല്ല കൊച്ചാണല്ലോ, ഞങ്ങൾക്ക് അറിയാവുന്ന നല്ലൊരു മോളാ. പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും അനാവശ്യം കാണിച്ചാൽ ഉടനടി പ്രതികരിക്കും. അതാ കുഴപ്പം. ആ സ്വഭാവം ഇനി മാറ്റാൻ പറ്റില്ല ദിവാകര. മോളെ അപായപ്പെടുത്താൻ ആരോ വന്നതാ. ഇനി നിങ്ങൾ പോയിക്കോ. നീ വാ. പെൺകുട്ടികളായാലേ ഒരു പൊടിക്ക് ഒതുങ്ങി നടക്കുന്നതാണ് നല്ലത്. ഇനി എത്ര വലിയ പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞാലും ശരി, കൊല്ലാനായിട്ട് ആയുധമായിട്ട് നടക്കുന്നവരെ അതൊന്നും നോക്കത്തില്ല. നിങ്ങൾ വാ. ഞാനേ ആദ്യം ഈ വീടിന് ചുറ്റും നോക്കട്ടെ, എന്നിട്ട് അകത്തും നോക്കാം. ഇനി അകത്ത് ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിലോ? വേണ്ട ഗോവിന്ദേട്ടാ, അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തൊന്നും പോയി നോക്കണ്ട. ഞാൻ മോക്ക് മോര് ഒഴിച്ചു കൊടുക്കട്ടെ. അവക്ക് പെട്ടെന്ന് മോര് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തുനിന്ന് പുറത്തേക്ക് വന്നപ്പോഴാ അവൻ ഓടുന്നത് കണ്ടത്. അല്ലെങ്കിൽ അവൻ അകത്ത് തന്നെ പമ്മി ഇരുന്നേനെ. വന്ന ആളെ കണ്ടില്ലല്ലോ അല്ലേ അമ്മ? ഇല്ല മോളെ, വന്നവൻ ഓടുന്നത് ഞാൻ കണ്ടതാ. ആരാന്ന് പിടി കിട്ടിയില്ലല്ലേ? അവൻ മുഖം മറിച്ചല്ലേ ഓടിയത്, പിന്നെ എങ്ങനെ പിടികിട്ടാന്? കുടിക്കേ. അല്ല, അനി നിന്നെ വിളിക്കാറൊന്നും ഇല്ലല്ലോ അല്ലേ? ഇടയ്ക്കൊന്ന് വിളിച്ചായിരുന്നു അമ്മ. എന്താ അമ്മ? അല്ല, ഇനി അവനായിരിക്കോ മതിൽ ചാടി വന്നത്? ഏയ്, അവൻ അങ്ങനെയുള്ള സാഹസമൊക്കെ കാണിക്കോ? ഇവിടോട്ട് വരാൻ അവന് മതിൽ ചാടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നേരായ മാർഗത്തിൽ വന്നൂടെ? അല്ല, സമയം ഇതല്ലേ, അപ്പൊ പിന്നെ അവന് മതിൽ ചാടിയിലേ വരാൻ പറ്റൂ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അല്ല, ഇന്ന് നയനമോളെ വിളിച്ചപ്പോ അവനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരും കാണാതെ രാത്രി വന്നതാണോന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ അറിയത്തില്ലേ? ഓ, നീ അറിഞ്ഞാലും പറയില്ലല്ലോ. അമ്മയ്ക്ക് എന്താ അമ്മേ വെറുതെ ഓരോരോ സംശയങ്ങൾ ഉള്ളി വെച്ചോണ്ട് പറയല്ലേ? അല്ല, ഇങ്ങനെ എടുത്ത മതിലിയാടി വരുമ്പോ എല്ലാ വശവും ചിന്തിക്കണം. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ വന്നത് കള്ളനായിരിക്കില്ല.
അച്ഛൻ പറഞ്ഞതുപോലെ മോളെ ആക്രമിക്കാൻ വേണ്ടി ഏതോ ഒരുത്തൻ വന്നതാ. പക്ഷേ അവൻ അകത്ത് കയറിയായിരുന്നു. അങ്ങനെ അകത്ത് കയറിവൻ പിന്നെന്താ മോളുടെ അടുത്തേക്ക് വരാതിരുന്നത്? അകത്ത് കയറി എന്നുള്ള കാര്യം ഉറപ്പാണോ? പിന്നല്ലാതെ അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് പോകുന്നല്ലേ ഞാൻ കണ്ടത്. അപ്പോഴല്ലേ ഞാൻ നിലവിളിച്ചത്. അവൻ പുറത്ത് നിന്നപ്പോഴായിരിക്കും അച്ഛനും അമ്മയും ഡോർ തുറന്ന് പുറത്തേക്ക് പോയത്. ആ സമയത്തായിരിക്കും അവൻ അകത്ത് കയറിയത്. അതിനുശേഷം അച്ഛനും അമ്മയും അകത്ത് കയറി കഥ അടച്ചില്ലേ? അപ്പൊ പിന്നെ ഹാളിൽ എവിടെയെങ്കിലും ഒളിച്ചു കാണും. പക്ഷെ അങ്ങനെ ഒളിച്ചിരുന്നെങ്കിൽ ഞാൻ മോളുടെ അടുത്തേക്ക് വന്ന് കിടന്നപ്പോ അവന് ഡോർ തുറന്ന് പോയിക്കൂടായിരുന്നോ? ഇത് ഞാൻ മോളെടുക്കാൻ പോയപ്പോഴാണല്ലോ അവൻ പോയത്. അതെന്താന്നൊന്നും എനിക്കറിയില്ലമ്മേ. അയ്യോ, ഇനി വീടിനകത്ത് ബോംബ് വല്ലതും വെച്ചിട്ടായിരിക്കും പോയത്. ശ്ശോ, ഏതായാലും നീ കിടക്ക്. ഞാനേ ഒന്നുകൂടെ ഈ വീടൊക്കെ അരിച്ചു പെറുക്കി നോക്കട്ടെ. നിന്റെ അച്ഛനെല്ലായിടത്തും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് ആരെങ്കിലും വീട്ടിനകത്തുണ്ടോന്നാണ് നോക്കുന്നത്. ഇനി ഇതിനകത്ത് വല്ല കവറോ ബാഗോ മറ്റോ വെച്ചിട്ടുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോൾ കിടന്നോ? എന്നോട് എത്രമാത്രം സ്നേഹവും ആത്മാർത്ഥതയുള്ളതുകൊണ്ടായിരിക്കും അവൻ ഇത്ര റിസ്ക് എടുത്ത് വന്നത്. കള്ളന്മാരെ പോലെ എന്നെ ആക്രമിച്ചവരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവൻ പോയത്. ഇനി അവരെ കാണാൻ പോവോ? അവൻ എന്തെങ്കിലും ആപത്തുണ്ടാവോ? അവന്മാരുടെ ഡീറ്റെയിൽസ് നന്ദു പറഞ്ഞിട്ടുണ്ട്. ഏസിയും പോലീസുകാരും അവന്മാർക്കെതിരെ ആക്ഷൻ എടുക്കത്തില്ല. പിന്നെ അവക്കിപ്പുണ്ടായ പരിക്കൊക്കെ മാറി വരണം എന്തെങ്കിലും നടക്കണമെങ്കിൽ. പക്ഷേ നമുക്ക് അത്രയും നാൾ കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. അവളെ കൊല്ലാൻ നോക്കിയവന്മാരെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. നീ കടപ്പുറ ഏരിയയിലുള്ളവന്മാരല്ലേ? അതെ, ആരോട് ചോദിച്ചാലും പറഞ്ഞു തരാതിരിക്കില്ല. എന്നാ പിന്നെ സമയം കളയണ്ട, പോവാം. നന്ദുവില്ലാതെയാണ് പോകുന്നത്. അവസാനം നമ്മളെ അവന്മാർ തൂക്കിയിട്ട് നിലത്തടിക്കുവോ? എടാ രണ്ടു കൂടെ പറയല്ലേ. എടാ അവള് പരിക്ക് പറ്റി കിടക്കുമ്പോ നമ്മുടെ ആവേശം കൂടണ്ടല്ലേ? നമുക്ക് ധൈര്യം കൂടേണ്ടതാ. പിന്നെന്താ കുഴപ്പം? എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോയി അവന്മാരെ പഞ്ഞിക്കിടാനുള്ള ആവേശമുണ്ട്. കരാട്ടല്ലേ, അവളെ എന്റെ ഗുരു. അങ്ങനെയാണെങ്കിൽ അവക്കൊരു ഗുരുദക്ഷിണ കൊടുക്കണ്ടേ? ഒന്നും നോക്കണ്ട, രണ്ടെണ്ണം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. എന്നാലും അവന്റെയൊക്കെ കൈയും കാലം തല്ലി ഓടിക്കണം. എന്നാ പിന്നെ വരാൻ നോക്ക്. എന്താണ് നിന്റെ ഉദ്ദേശം? ഉദ്ദേശം എന്താണെന്ന് കാണിച്ചാടാ. ഞങ്ങൾക്ക് ഗുണ്ടകളെന്ന പേര് വേണ്ടതാ. പക്ഷെ നീയൊക്കെ എത്ര വലിയ ഗുണ്ടകളായാലും ശരി, തോന്നിവാസം കാണിച്ച ഇതായിരിക്കും അനുഭവം. തീർന്നിട്ടില്ല. നീയൊക്കെ കാരണം പരിക്ക് പറ്റിയ ഒരു SI കിടപ്പുണ്ടല്ലോ. അവളാ പരിക്ക് മാറി വന്നു കഴിഞ്ഞാ പിന്നെ ഇതിന്റെ ബാലൻസ് വരാൻ ഒരു വര കൂടി വരുന്നുണ്ടാ. കൂടെ ഞങ്ങളും ഉണ്ടാവും. അതിനു മുമ്പ് ഒരു സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്നവളാ. ഹണ ഇനി ഒന്നും ചെയ്യില്ല. ആദ്യം നീയെ കാണാമാരായി, ഇപ്പൊ ഞങ്ങള് അല്ലടാ. എന്തായാലും ഈ കിട്ടിയത് മറക്കണ്ട. ഓ, പറഞ്ഞതുപോലെ അവളുടെ അമ്മ കൂടെ കാണുമല്ലോ. അപ്പൊ അവൾ എടുക്കത്തില്ല. അപ്പൊ പിന്നെ ഒരു മെസ്സേജ് അയച്ചടാ. നന്ദു, നിന്റെ ജീപ്പിൽ വാനടിച്ച് കയറ്റിയത് അവന്മാര് തന്നെയാ. ആ മുത്തും കൂട്ടുകാരും ഞാനും വിഘ്നേഷും രാകേഷും കൂടെ അവന്മാരുടെ പരിപ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എത്ര റിസ്ക് എടുത്തും അവൻ അതിന് പരിഹാരം കാണാൻ ശ്രമിക്കും. അങ്ങനെയുള്ള അവനാണല്ലോ എന്നെ കാണാൻ ഒളിച്ചും പാത്തും വരേണ്ടി വരുന്നത്. ആരൊക്കെ എന്നെ അവനെ അകറ്റാൻ ശ്രമിച്ചാലും അവനെ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. എന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വ്യക്തി നയനേച്ചിയോ എന്റെ അച്ഛനോ ഒന്നുമല്ല, അത് അവൻ തന്നെയാ.